നമസ്കാരം. ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ കുടിശ്ശികയുള്ള പെൻഷൻ എന്നാണ് ലഭിക്കുക, പെൻഷൻ സംബന്ധമായിട്ടുള്ള 3 പ്രധാന അറിയിപ്പുകളുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. വീഡിയോ കാണുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകൾ, സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ പെൻഷൻ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ 15 മാസത്തോളമായി തന്നെ കറക്റ്റായി തന്നെ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നുണ്ട്. ജൂലൈ മാസത്തിലെ പെൻഷൻ 20-ാം തീയതി മുതൽ 25-ാം തീയതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിലായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ വരിക. അതുപോലെ തന്നെ കുടിശ്ശിക ഈ മാസം ഉണ്ടായിരിക്കില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. കുടിശ്ശിക പെൻഷൻ അടുത്ത മാസത്തിലെ പെൻഷനോട് കൂടെ ഒരു ഗഡു കൂടി നൽകുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. ഈ വർഷം അവസാനത്തിലായിരിക്കും കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അതിന് മുന്നോടിയായി തന്നെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ കുടിശ്ശിക നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ രൂപത്തിലുള്ള പെൻഷൻ വർധനവും അന്നുണ്ടായിരിക്കും. ഈ ഒരു ആനുകൂല്യം മാക്സിമം നമുക്ക് മുതലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അപേക്ഷ നൽകിയ എല്ലാ ആളുകൾക്കും പെൻഷൻ അപ്രൂവ് ചെയ്യാനാണ് ഇപ്പോൾ ഓരോ പ്രദേശത്തെയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണമില്ലാതെ തന്നെ ഇപ്പോൾ പെൻഷൻ പാസ്സാകുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പെൻഷൻ അപേക്ഷിച്ച സമയത്ത് പെൻഷൻ റിജക്റ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരിക്കൽ കൂടി പെൻഷൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അപ്രൂവൽ ആകുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. മസ്റ്ററിംഗ് തുടങ്ങി ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞു. ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിംഗ്. അതിൻ്റെ അവസാന തീയതിക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. നമുക്കറിയാം, ഗവൺമെൻറ് ഈ രൂപത്തിലുള്ള സീറ്റുകളെല്ലാം അവസാന നിമിഷത്തിൽ ഭയങ്കര ഹാങ് ആയിരിക്കും. മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാറില്ല. മസ്റ്ററിംഗ് മാത്രമല്ല, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ ആദ്യം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അവസാന സമയങ്ങളിൽ സൈറ്റ് കിട്ടാത്ത പ്രശ്നങ്ങളും മറ്റായിട്ട് ഒരുപാട് തിരക്കുകളും മറ്റുമായിരിക്കും. ഇപ്പോൾ മസ്റ്ററിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞത് കൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കമ്മിയുള്ള ദിവസങ്ങളായിരിക്കും. ഇത് നമ്മൾ മാക്സിമം മുതലാക്കി ഇപ്പോൾ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ താമസിക്കുന്ന പഞ്ചായത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ തന്നെ വേണമെന്നില്ല. കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. നമ്മുടെ ആധാർ കാർഡ് മാത്രം മതി നമ്മുടെ കൈവശം. അതല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ ഫോട്ടോ മാത്രം മതിയാകും. അതിനുശേഷം നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്ററിംഗ് പൂർത്തിയാകും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ചില ആളുകൾക്ക് 2 രൂപത്തിലുള്ള പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ഷേമനിധി ബോർഡിൽ ലഭിക്കുന്ന പെൻഷനായിരിക്കും, മറ്റത് വാർദ്ധക്യ അല്ലെങ്കിൽ വിധവാ പെൻഷൻ പോലത്തെ പെൻഷനായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ 2 വട്ടം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.